ബ്രൂണോ ഫെർണാണ്ടസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടു പോവുകയാണെങ്കിൽ പകരം നിങ്ങൾ സൈൻ ചെയ്യേണ്ടത് ഈ ഒരു സൂപ്പർ താരത്തെയാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ വരെ കളിച്ചിട്ടുള്ള മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെജൻഡ് ആയിട്ടുള്ള വെസ് ബ്രൗൺ പറഞ്ഞിരിക്കുകയാണ്. ഏതാണ് ആ ഒരു സൂപ്പർ താരം? യുണൈറ്റഡ് വിട്ട് ബ്രൂണോ ഫെർണാണ്ടസ് എപ്പോഴാണ് പോകാൻ സാധ്യത? വെസ് ബ്രൗൺ ആരാണ്? എല്ലാം നമുക്ക് ഈ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത്തത്, വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ എല്ലാം മനസ്സിലാക്കുള്ളൂ ക്ലിയർ ആയിട്ട്. രണ്ടാമത്തത്, കുറേ യുണൈറ്റഡ് ഫാൻസ് ഉണ്ട്, അവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. നിങ്ങൾ യുണൈറ്റഡ് ഫാൻ ആണെങ്കിൽ മറ്റ് യുണൈറ്റഡ് ഫാനിലേക്ക് എത്തിക്കുക. മൂന്നാമത്തത്, സപ്പോർട്ട് ചെയ്യുക. എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പോർച്ചുഗീസ് ക്ലബ്ബായിട്ടുള്ള സ്പോർട്ടിങ്ങിൽ നിന്നും 2020 ജനുവരി 29 55 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൂണോ ഫെർണാണ്ടസിനെ സൈൻ ചെയ്യുന്നത്. പിന്നീട് നടന്നിട്ടുള്ളത് ഒരു ചരിത്രമാണ്. യുണൈറ്റഡിനെ സംബന്ധിച്ച് കുറേ കിടിലൻ താരങ്ങൾ കളിച്ചിട്ടുള്ള ടീമാണ്, കുറേ ലെജൻസ് ഉണ്ട്. അപ്പോൾ ആ ലെജൻസിൻ്റെ ഇടയിൽ ബ്രൂണോ ഫെർണാണ്ടസിനെ കൊണ്ടുവയ്ക്കാം. ബ്രൂണോ ഫെർണാണ്ടസ് കുറേ ട്രോഫീസ് ഒന്നും നേടിക്കൊടുത്തിട്ടില്ല. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കീഴിൽ ചാമ്പ്യൻസ് ലീഗോ ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗോ നേടിയിട്ടില്ല. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡ് പടുമോശം കളി കളിച്ച സമയത്തും കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെ മികച്ച പെർഫോമൻസ്, ടോപ്പ് ലെവൽ പെർഫോമൻസ് നടത്തി. അതുകൊണ്ട് തന്നെ ബ്രൂണോ ഫെർണാണ്ടസിനെ നമുക്ക് യുണൈറ്റഡിൻ്റെ ഒരു ടോപ്പ് പ്ലെയേഴ്സ് ലിസ്റ്റിൽ തന്നെ, ലെജൻസിൻ്റെ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്താൻ പറ്റും. അത്രയും മികച്ച ക്വാളിറ്റിയും ടാലൻറ്റ് താരം യുണൈറ്റഡിന് വേണ്ടി തൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ താരം യൂസ് ചെയ്തിട്ടുണ്ട്. 314 മത്സരങ്ങളിൽ നിന്ന് 200 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് താരമെത്തി. ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് അരമണിക്കൂർ മുമ്പാണ് 200 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് ബ്രൂണോ ഫെർണാണ്ടസ് എത്തിയിട്ടുള്ളത്. 200 ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് യുണൈറ്റഡ് വളരെ മോശം സിറ്റുവേഷനിൽ കളിച്ച സമയത്താണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് എന്നത് വളരെ നമ്മൾ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം മികച്ച പെർഫോമൻസ് നടത്തുന്ന ഒരു ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് നടത്തുക എന്ന് പറയുന്നത് ഈസി ആയിട്ടൊരു കാര്യമാണ്. ആ ഒരു ടീമിനൊപ്പം കളിച്ചാൽ മതി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ആരും പ്രശംസിക്കത്തില്ല, ആരും വലിയ തൂക്കി മുകളിലൊന്നും വെക്കത്തില്ല, ഒരു പ്രശംസയും കിട്ടത്തില്ല. കാരണം ടീം മോശമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ആ മോശമായിട്ട് കളിക്കുന്ന ടീമിന് വേണ്ടി മികച്ച പെർഫോമൻസ് ആണ് ബ്രൂണോ കളിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ ഒരു സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ 23 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളും 13 അസിസ്റ്റും വളരെ മികച്ച പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. യുണൈറ്റഡിൻ്റെ കോച്ച് മാറിയതിനു ശേഷം മൈക്കിൾ കാരിക്ക് വന്നു. ഇപ്പോൾ 4 മാച്ചസ് അവർ ജയിച്ചു കഴിഞ്ഞു. മറ്റാളെ മുട്ടയടിക്കാനുള്ള സമയമായി. അടുത്ത മാച്ചോടെ ജയിച്ചാൽ മതി. അപ്പോൾ 4 മാച്ചിലും ഗോളോ അസിസ്റ്റോ എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിടിലൻ ഫോമിലാണ് ബ്രൂണോ ഫെർണാണ്ടസ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം ജൂൺ 30 താരത്തിൻ്റെ ആ ഒരു കോൺട്രാക്ട് യുണൈറ്റഡുമായിട്ട് അവസാനിക്കുകയാണ്. പുതിയ കോൺട്രാക്ട് ചർച്ചകളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ താരത്തിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 31. അടുത്ത വർഷം ആകുമ്പോൾ അത് 32 ആകും. അപ്പോൾ 32 വയസ്സിൽ താരം പ്രീമിയർ ലീഗ് വിട്ട് പോകണം എന്നൊരു നിലപാടൊന്നും എനിക്കില്ല. താരത്തെ സംബന്ധിച്ച് എനിക്കൊരു 34 വയസ്സ് വരെയെങ്കിലും കളിക്കണം. ഈ ഒരു ഫോമിൽ കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. അപ്പോൾ 34 വയസ്സ് വരെ കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ താരം യുണൈറ്റഡ് വിടാനുള്ള സാധ്യതകൾ പല മാധ്യമങ്ങളും പറയുന്നുണ്ട്. ഈ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാതെ യുണൈറ്റഡ് വിട്ട് പോകാനുള്ള സാധ്യതകൾ. അങ്ങനെ പോവുകയാണെങ്കിൽ താരം എവിടെയായിരിക്കും പോകുന്നത്? MLS ഇപ്പോൾ കുറേ മാധ്യമങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാർ സൗദി ലീഗ് എന്ന് പറയുന്നുണ്ട്. സൗദി ലീഗ് അദ്ദേഹം ഒരു പ്രാവശ്യം റിജക്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം യുണൈറ്റഡ് വിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ എവിടെ വേണമെങ്കിൽ പോകാം. ഇപ്പോൾ ഒരു ശീലം പോലെയാണ് ഫുട്ബോളിലൊരു, അതായത് ടീമിൽ നിന്ന് പോവുകയാണോ അപ്പോൾ ഒന്നില്ലെങ്കിൽ സൗദി ഇല്ലെങ്കിൽ MLS എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെയാണ്. യൂറോപ്പ് ഏതെങ്കിലും വലിയ ടീമിൽ കളിക്കുന്ന പ്ലെയർ ടീം വിടുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണ് സംഭവം എന്ന്. അപ്പോൾ ഇതാണ് കറൻ്റ്ലി ഉള്ള ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ നിലവിലെ അവസ്ഥ. ഇനി നമുക്ക് വെസ് ബ്രൗൺ ആരാണെന്ന് നോക്കാം. അതിനുശേഷം വെസ് ബ്രൗൺ പറഞ്ഞിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസിന് പകരം യുണൈറ്റഡ് സൈൻ ചെയ്യണമെന്ന് വെസ് ബ്രൗൺ പറഞ്ഞിട്ടുള്ള ആ ഒരു താരം, ആ ഒരു സൂപ്പർ താരം ആരാണെന്ന് നോക്കാം. അപ്പോൾ വെസ് ബ്രൗൺ എന്ന താരം യുണൈറ്റഡിൻ്റെ ഒരു മുൻ ലെജൻഡാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിട്ടുള്ള താരമാണ്. 1996 മുതൽ 2011 വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു ലെജൻഡാണ് വെസ് ബ്രൗൺ. അദ്ദേഹത്തിന്റെ കീഴിൽ 13 ട്രോഫികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേടിയിട്ടുണ്ട്. ആ 13 ട്രോഫിയിൽ 5 പ്രീമിയർ ലീഗും 2 ചാമ്പ്യൻസ് ലീഗും ഉൾപ്പെടും. ഇംഗ്ലണ്ടിന് വേണ്ടി 23ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 2002 വേൾഡ് കപ്പിലും അദ്ദേഹം ആ ഒരു ടീമിലെ അംഗമായിരുന്നു. 2017-18 സീസണിലാണ് IFLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം കളിച്ചത്. 14ഓളം മത്സരങ്ങളിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള മത്സരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ടോപ്പ് ക്ലാസ് പ്ലെയർ ആണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ടച്ച് മൂവ്മെന്റ്സും നമ്മളത് കണ്ടതാണ്. ഫിഫയുടെ തുടക്കത്തിൽ അത്ര മികച്ചൊരു പെർഫോമൻസ് താരത്തിന് വന്നിരുന്നില്ല.
എന്നാൽ സീസണിന്റെ അവസാന സമയത്തിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം വളരെ മികച്ച രീതിയിൽ തന്നെ താരം കളിച്ചിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ഇനി വെസ്റ്റ് ബ്രൗണ് ബ്രൂണോ ഫെർണാണ്ടസിന് പകരം യുണൈറ്റഡ് സൈൻ ചെയ്യേണ്ട ആ ഒരു സൂപ്പർ താരം എന്ന് പറയുന്നത് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കുറിച്ചാണ്. നിലവിൽ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന ഇംഗ്ലീഷ് താരമായിട്ടുള്ള ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കുറിച്ച് 103 മില്യൺ യൂറോസ് നൽകിക്കൊണ്ടായിരുന്നു ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ നിന്ന് 2023 ജൂഡ് ബെല്ലിംഗ്ഹാമിനെ റയൽ മാഡ്രിഡ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ആ ഒരു സീസണിൽ അങ്ങ് പൊളിച്ചടുക്കി ജൂഡ് ബെല്ലിംഗ്ഹാം. ചാമ്പ്യൻസ് ലീഗൊക്കെ അവർ നേടിയപ്പോൾ വേറെ ലെവൽ പെർഫോമൻസ് ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു. മൊത്തം 128 മത്സരങ്ങളിൽ നിന്ന് 44 ഗോളും 32 അസിസ്റ്റും ഇതിനോടകം റയലിന് വേണ്ടി അദ്ദേഹം നൽകി കഴിഞ്ഞു. വളരെ മികച്ച പൊട്ടൻഷ്യലുള്ള വേറെ ലെവൽ പ്ലെയർ ആണ്. പെർഫെക്റ്റ് ഓക്കെ ആണ്. അതായത് ബ്രൂണോ ഫെർണാണ്ടസിന് പകരം ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ഓക്കെ ആണ്. പക്ഷെ റയൽ വിട്ടുകൊടുക്കുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ്. യുണൈറ്റഡിന് വേണ്ടി ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ വരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള ടീമാണ് റയൽ. അതുകൊണ്ട് തന്നെ റയൽ ഫാൻസിനും യുണൈറ്റഡ് ഫാൻസിനുള്ളൊരു ഒത്തൊരുമ എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നടക്കാതിരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. നടക്കാനും ഉണ്ട് ചാൻസ് ഉണ്ട്, നടക്കാതിരിക്കാനും ഉണ്ട് ചാൻസ് എന്ന് പറയേണ്ട അവസ്ഥയാണ്. പക്ഷെ നടന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഇംഗ്ലണ്ടിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നത് ഒരു സംശയവും എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ടോപ്പ് ക്ലാസ് ആണ്. യുണൈറ്റഡിൽ അദ്ദേഹം ഫിക്സ് ആകും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വലിയൊരു തുക നൽകേണ്ടി വരുമായിരിക്കും യുണൈറ്റഡ് ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ. അപ്പോൾ അല്ലാത്ത പക്ഷം അദ്ദേഹത്തെ ഈസി ആയിട്ടൊന്നും കൊണ്ടുവരാൻ കഴിയത്തില്ല. ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു വെസ്റ്റ് ബ്രൗൺ പറഞ്ഞിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ വെസ്റ്റ് ബ്രൗൺ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു മൈക്കിൾ കാരിക്കിന്റെ ടീമാണ്. ജൂഡ് ബെല്ലിംഗ്ഹാം വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡിന്റെ ആ ഒരു ടീം പൂർണ്ണമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രൂണോ ഫെർണാണ്ടസ് പോകുകയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിലേക്ക് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടീം സെറ്റ് ആണെന്നാണ് വെസ്റ്റ് ബ്രൗൺ പറഞ്ഞിട്ടുള്ളത്. ജൂഡ് ബെല്ലിംഗ്ഹാമിന് 16 വയസ്സുണ്ടായിരുന്ന സമയത്ത് ജൂഡ് ബെല്ലിംഗ്ഹാമിനെ സൈൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത് നടന്നില്ല. അതിനുശേഷം അദ്ദേഹം ബൊറൂസിയ ഡോർട്ട്മുണ്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ നിന്നിപ്പോൾ റയൽ മാഡ്രിഡിലേക്ക് എത്തി. ഇപ്പോൾ റയലിൽ നിന്ന് ഫ്യൂച്ചറിൽ, കാരണം യങ് താരമാണല്ലോ, 20 വയസ്സോ 22 വയസ്സോ എന്താ ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ താരത്തിന് റയലിൽ നിന്ന് യുണൈറ്റഡിലേക്ക് പോയി യുണൈറ്റഡ് ജേഴ്സിയിൽ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കാം. എന്തായാലും വെസ്റ്റ് ബ്രൗണിന്റെ ഈ ഒരു ഒപ്പീനിയൻ, അതായത് ബ്രൂണോ ഫെർണാണ്ടസിന് പകരം ബെല്ലിംഗ്ഹാം എന്ന ഒപ്പീനിയനോട് ഞാൻ 100% യോജിക്കുന്നു. അപ്പോൾ ഈ ഒരു സൈനിങ് നടക്കുന്നൊന്നുമല്ല, എന്നാലും ഇത് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ആണ്. അതിലെനിക്കൊരു സംശയമില്ല, നിങ്ങൾക്ക് കാണത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ചെയ്യുക. നിലവിലെ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ആ ഒരു ഫോം എന്ന് പറയുന്നത് അത്ര മികച്ചതല്ലെങ്കിലും അദ്ദേഹം മികച്ച ഫോമിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ആരാധകരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ മോശം ഒരു കുക്കുവിളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വരും. അതൊക്കെ റയൽ പോലെ ഒരു ടീമിൽ കളിക്കുമ്പോൾ വരും. അതൊക്കെ നോർമലാണ്. പക്ഷെ ബെല്ലിംഗ്ഹാം ഒന്ന് അറിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് ബെല്ലിംഗ്ഹാമിന് നടത്താൻ പറ്റും. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് മാത്രമല്ല ബാൾജിന് വേണ്ടി കളിക്കുന്ന മുതലാണ് ബെല്ലിംഗ്ഹാം. അപ്പോൾ ഇങ്ങനൊരു സൈനിങ് നടക്കുമോ? ബെല്ലിംഗ്ഹാം യുണൈറ്റഡിലേക്ക് ഫ്യൂച്ചറിൽ പോകാനുള്ള സാധ്യതയുള്ളൂ. അറിയാലോ, ഇപ്പോൾ നമുക്കറിയാം റയൽ മാഡ്രിഡിൽ നിന്നാണ് കാസിമിറോ യുണൈറ്റഡിൽ പോയി കളിക്കുന്നത്. അദ്ദേഹവും അടുത്ത ഈ ഒരു സീസണോടെ കൂടി ടീം വിടുകയാണ്. അപ്പോൾ അതുപോലെ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ജൂഡ് ബെല്ലിംഗ്ഹാം പോയി കളിച്ചേക്കാം, അദ്ദേഹത്തിന്റെ ഒരു 25 വയസ്സിനൊക്കെ ശേഷം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.